എല്ലാവർക്കും നമസ്കാരം. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്ന ശങ്കരദർശൻ വെബിനാർ സീരീസിന്റെ 10ാമത്തെ ദിവസമാണ് ഇന്ന്. വളരെ ഭംഗിയായി തന്നെ ഈ 10 ദിവസങ്ങളും വെബിനാർ സീരീസ് കഴിഞ്ഞിരിക്കും. 10ാമത്തെ ദിവസം വരെ നല്ല പങ്കാളിത്തത്തോടുകൂടി തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. മനോജ് ഒന്ന് മ്യൂട്ട് ചെയ്യും. എന്തായാലും ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിലും തുടർച്ചയായി പങ്കെടുത്തിട്ടുള്ള എല്ലാ സജ്ജനങ്ങളോടും TVSRCയുടെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ശങ്കരന്റെ ദർശനങ്ങള്, ശങ്കരന്റെ കൃതികൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വളരെ സമഗ്രമായി തന്നെ TVSRCയുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സംഘാടകരായ ഞങ്ങളുടെ വിശ്വാസം. കേരളത്തിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരായ ഒട്ടനവധി പേർ വരും ദിവസങ്ങളിൽ ഇനിയും ശങ്കര ദർശനങ്ങൾ വിവരിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരും ദിവസങ്ങളിലും ഉയർന്ന പങ്കാളിത്തം കൊണ്ട്, അതായത് ഓരോരുത്തരും ഓരോ ദിവസങ്ങളും നടക്കുന്ന ഈ വെബിനാർ പരമ്പരയിൽ ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശം നൽകിക്കൊണ്ട് കൂടുതൽ പേരെ നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം ഓരോരുത്തരുടെ ഭാഗത്തും, ഓരോരുത്തരും ഒരു 10 പേരെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ 500 പേർക്ക് ഒരേ സമയം ഇരുന്ന് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അതിനുള്ള പിന്തുണ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ TVSRCയുടെ സംഘാടക സമിതി അംഗങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ദശദിന പഠന ക്യാമ്പിന്റെ ഒരു ശ്രദ്ധയിലായിരിക്കും. അതുകൊണ്ട് തന്നെ വിവിധ ബാച്ചുകളാണ് ഈ ഓൺലൈൻ വെബിനാർ സീരീസ് നടത്തിക്കൊണ്ടുപോകുന്നത്. ഇന്ന് പൂജാപഠനം ബാച്ച് 8ന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഓരോ ബാച്ചുകളും അവരവരുടെ ചുമതല വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ഈ സത്സംഗ ഈ വെബിനാർ സീരീസ് വളരെ മികവുറ്റതാക്കി മാറ്റി തീർക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ സെഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി ഈ പ്ലാറ്റ്ഫോം പൂജാപഠനം ബാച്ച് 8ലെ പിതാക്കളെ ഏൽപ്പിക്കുകയാണ്. പൂജാപഠനം ബാച്ച് 8ന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പരിപാടി. ശിഖരണി വൃത്തത്തിൽ ശ്രീ ശങ്കരാചാര്യരാൽ വിരചിതമായ സൗന്ദര്യ ലഹരിയാണ് ഇന്നത്തെ വിഷയം. ശ്രീ പാർവതി ദേവിയുടെ മഹാത്മ്യം വർണ്ണിക്കുന്നതാണ് ഇത്. ആദ്യമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവതീർത്ഥയെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, ചൊല്ലിക്കോളൂ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം സരസ്വതീ വ്യാസം സ്വാഗത പ്രഭാഷണത്തിനായി ഷിബുവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ ബാച്ച് 8ലെ പഠിതാവാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്ന മൂർക്കന്നൂർ ശ്രീഹരി ചേട്ടനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 തവണ വീതം ഗുരുവായൂരപ്പന്റെയും ചോറ്റാനിക്കര അമ്മയുടെയും മേൽശാന്തിയായി സ്ഥാനം അലങ്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മൂർക്കന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെയും
ഗൗരി അന്തർജനത്തിന്റെയും മകനായ ആണ് ശ്രീഹരി നമ്പൂതിരി ജനിച്ചത്. വാണിജ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം എക്സ്പ്രസ് ദിനപത്രത്തിന്റെയും മലയാള മനോരമയുടെയും ലേഖകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛന്റെ ആധ്യാത്മിക പാത പിന്തുടർന്ന് 2007 2015 ഗുരുവായൂരപ്പന്റെ മേൽശാന്തി സ്ഥാനം അലങ്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തിത്വമാണ് ഇദ്ദേഹം. പിന്നെ കേരളത്തിന്റെ അകത്തും പുറത്തും നിരവധി ഭാഗവത സപ്താഹങ്ങളുടെ ആചാര്യനായിരുന്നു. അഖില ഭാരത നാരായണീയ പ്രചാര സഭയുടെ 5 മഹാസത്രങ്ങളിലും അഖില ഭാരത ആത്മീയ സഭയുടെ 3 സത്രങ്ങളിലും ആചാര്യനായിരുന്നു. പിന്നെ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ചുരുക്കം ചെന്ന് പറയാം, ഭാഗവത വംശി, നാരായണീയ കുലപതി, മേൽപ്പത്തൂർ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പിന്നെ നാരായണത്തെ ആസ്പദമാക്കി ശ്രീഹരിയം എന്നൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. നാരായണീയ ഉപാസകരുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. സൗഭാഗ്യലഹരി, ശ്രീഹരിഗീത, അഗ്നേ പശ്യാമി തുടങ്ങി നിരവധി പുസ്തകങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. പിന്നെ സൗന്ദര്യലഹരി എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുവാൻ അദ്ദേഹത്തെ പോലെ ഒരു മഹത് വ്യക്തിത്വത്തെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഈ വിഷയം ശ്രവിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന TVSRCയുടെ മെമ്പേഴ്സിനെയും അല്ലാതെ എല്ലാവരെയും ഈ വെബിനാറിലേക്ക് എൻ്റെ പേരിലും TVSRCയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി വേണു ചന്ദ്രമനിയെ ക്ഷണിക്കുന്നു. ഇല്ലെങ്കിൽ ശ്രീരാമേട്ടനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സൗന്ദര്യ ലഹരി ശ്രവിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ആചാര്യനായിട്ടുള്ള മുഖ്യ പ്രഭാഷകൻ കൂടിയായിട്ടുള്ള, അതോടൊപ്പം ഗുരുവായൂർ നമുക്ക് ഏവർക്കും, കേരളീയർക്ക് മാത്രമല്ല എല്ലാവർക്കും, ഭാരതത്തില് അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള മുഴുവൻ മലയാളികൾക്കും അല്ലെങ്കിൽ സനാതന ധർമ്മവിശ്വാസികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രത്തില് 1ഉം 2ഉം തവണയല്ല, വളരെ കൂടുതൽ തവണ മേൽശാന്തി സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള മുർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയെ നമ്മുടെ ഇന്നത്തെ വിഷയ അവതരണത്തിനായി സാദരം ക്ഷണിക്കുന്നു. നമസ്തേ. ഹരിയേട്ടൻ മ്യൂട്ടാ തോന്നുന്നു. മ്യൂട്ടാണോ? ലെഫ്റ്റായോ? കാണാനില്ലല്ലോ. അല്ല, അദ്ദേഹം മ്യൂട്ടാ. ഇപ്പൊ ശരിയായില്ലേ? മ്യൂട്ടാണ്. ഇപ്പോഴോ? ശരിയായി. ശരിയായില്ലേ? ശരി. സദാ ദേവീ സങ്കീർത്തനം ശ്രീ മഹാദേവി നമഃ. അമ്മേ നാരായണൻ. മറ്റ് ഇതുകളൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം
യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കാവ്യത്തിൻ മണിയായി ശ്രേഷ്ഠ ഗുരുവാം ശ്രീശങ്കരൻ തീർത്തതാം സൗന്ദര്യത്തിനു ചേർന്ന ദിവ്യലഹരി ഞാനും രുചിച്ചാദരം. സൗഭാഗ്യത്തിനു ചേർത്തു വെച്ച ലഹരി നേദ്യം രുചിച്ചാദരം. കാരുണ്യത്തിനു കാതലായ ജനനീപാദത്തിൽ ചേർക്കട്ടെ ഞാൻ സൗഭാഗ്യത്തിനു ചേർത്തു വെച്ച ലഹരി നേദ്യം രചിച്ചാദരം. കാരുണ്യത്തിനു കാതലായ ജനനീപാദത്തിൽ ചേർക്കട്ടെ ഞാൻ. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ പാദാരവിന്ദങ്ങളിൽ, ഗുരുപാദങ്ങളിൽ, ജഗജ്ജനനിയായ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ, പൊന്നുഗുരുവായൂരപ്പന്റെ മാതാപിതാക്കളുടെ സകല ഗുരുപരമ്പരകളുടെയും പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടാണ് അത്യന്തം ഗഹനമായ ശങ്കരാചാര്യ സ്വാമികളെ പോലുള്ള പണ്ഡിതാഗ്രേസരന്മാർ വരച്ചുവെച്ച സൗന്ദര്യലഹരി എന്ന അക്ഷര ചിത്രത്തെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. പലപ്പോഴും പറയാറുള്ളത് പോലെ അത് വെറും ഒരു ഭംഗിവാക്കല്ല. സാഹിത്യം തീരെയില്ല, കഥകൾ പറയവേ സംശയം തീരുകില്ല, സംഗീതം തോന്നുകില്ല, കവിതയുണരുവാൻ സംസ്കൃതം തീരെയില്ല, എന്നിട്ടും നിന്റെ പുണ്യകഥകൾ പറയുവാൻ എത്തിയോരെന്റെ ഉള്ളിൽ വാക്കായി നീ തന്നെ എത്തൂ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പൊ ശങ്കരവാണിയാം സൗന്ദര്യലഹരിയെ ശങ്കയോടെങ്കിലും ഞാൻ എഴുതിയിടവേ ശാരദ ചന്ദ്രിക പോൽ നിന്റെ കാരുണ്യം ശങ്കരി നീ നൽകി അക്ഷരപ്പൂക്കളാൽ. ഇപ്പൊ സൗഭാഗ്യലഹരി എന്ന രീതിയിൽ ശ്രീ ശങ്കരാചാര്യ സ്വാമിയുടെ സൗന്ദര്യലഹരിക്ക് ഒരു പരിഭാഷ ഭഗവതി അല്ലെങ്കിൽ ആ ഈശ്വര ചൈതന്യം എന്നെ കൊണ്ട് ചെയ്യിച്ചു. അതിന്റെ ഏകദേശം 2 ആണ്ടുകൾ പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിലാണ് ഇത്തരം വലിയൊരു പ്രവൃത്തി, എത്രയോ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞപ്പോ എന്താണ് അതിനുള്ളൊരു ശക്തി എന്നെനിക്ക് തോന്നിയിരുന്നു. ഞാൻ എങ്ങനെ ഇത് പറയും എന്നുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. 100 ശ്ലോകങ്ങളിലൂടെ ശങ്കരാചാര്യ സ്വാമികൾ വരച്ചുവെച്ച അതിമനോഹരമായ സ്തോത്രകാവ്യം. ഇതിനെ എന്ത് പറഞ്ഞാണ് ഞാൻ ഇതിനെ പരിചയപ്പെടുത്തുക? എനിക്ക് നിശ്ചയമില്ല, സത്യം പറഞ്ഞ ഇപ്പോഴും നിശ്ചയമില്ല. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ പ്രഭാഷണ സമയത്ത് സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ എന്ന് ശ്രീ ശിവബ്രഹ്മശ്രീ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. സത്യത്തിൽ സൗന്ദര്യലഹരി എന്ന് കേട്ടിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ഭാഗവത ഗുരുനാഥനായിരിക്കുന്ന സാക്ഷാൽ ഭാഗവത കോകിലം ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണനമ്പൂതിരിപ്പാട് അതിലെ ആദ്യത്തെ ശ്ലോകങ്ങളൊക്കെ വളരെ ഭംഗിയായി ശിവശക്തിയായുക്തോ യതി ഭവതി
ശക്തപ്രഭവിതും എന്ന് വളരെ ഗംഭീരമായി ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. അത്രയൊക്കെ എനിക്ക് സത്യത്തിൽ സൗന്ദര്യലഹരിയുമായി ഒരു ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനിടയിൽ അടുത്ത കാലത്ത് കോഴിക്കോട് ഒരു പുസ്തകം നോക്കാനായിട്ട് ശ്രീമദ് ഭാഗവതത്തിന്റെ കുറച്ചുകൂടി വലിയ അക്ഷരത്തിലുള്ള ഒരു പുസ്തകം കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവിടെ ഒരു മ്യൂസിക് സ്റ്റാളിൽ ചെന്നപ്പോഴാണ് അത് ആ പുസ്തകം കിട്ടിയില്ലെങ്കിലും മറ്റൊരു പുസ്തകം അമ്മയുടെ കനിവ് കൊണ്ട്, അമ്മയാണ് ഉണ്മ, അമ്മയാണ് നന്മ എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്, ആ ഭഗവതിയുടെ കനിവ് കൊണ്ട് ഒരു പുസ്തകം അവിടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോ ഗംഗാ ബുക്സിൽ ചെന്നപ്പോഴാണ് ഭഗവതിയുടെ അനുഗ്രഹത്തിന്റെ ഗംഗ എന്റെ ശിരസിലേക്ക് പതിച്ചത്. മാതൃഭൂമി ബുക്സിന്റെ ശ്രീശങ്കര സ്തുതികൾ എന്ന പുസ്തകം കാണാനായിട്ട് ഇടയായി. നേരത്തെ പറഞ്ഞ പോലെ മനോരമ മ്യൂസിക്സിന്റെ സൗന്ദര്യലഹരി പെൺമണി കൃഷ്ണേട്ടൻ ചൊല്ലിയത് പലയിടത്തും പലപ്പോഴായി കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനെ ആദ്യന്തം ഇതിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ തോന്നിയത് ഈ പുസ്തകം കണ്ടപ്പോഴാണ്. അപ്പൊ അത് വാങ്ങാം എന്ന് തീരുമാനിച്ചു. അതിന്റെ പരിഭാഷ വായിച്ചു നോക്കിയപ്പോഴാണ് എല്ലായ്പ്പോഴും പലപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഇതിനെ വഞ്ചിപ്പാട്ടിന്റെ ഇനത്തിൽ ഒന്ന് പരിഭാഷപ്പെടുത്താം എന്ന ഒരു സാഹസത്തിന് ഈയുള്ളവൻ മുതിരുന്നത്. ഇങ്ങനെയാണ് ഇത് ഈ അക്ഷരങ്ങളിലൂടെ ഇത് വെളിച്ചം കണ്ടത്. അപ്പൊ അതിബൃഹത്തായ സൗന്ദര്യലഹരി എന്ന വ്യാഖ്യാനത്തിനൊന്നും എന്റെ ചെറിയ ഭാഷയ്ക്ക് ശക്തിയില്ല എന്നറിഞ്ഞിട്ടും ഭക്തജനങ്ങൾക്ക് ഇത് ചെറിയൊരു അനുഭവമാകുമെങ്കിൽ സൗന്ദര്യലഹരിയെ പഠിക്കാൻ, നേരത്തെ എന്നെ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞതുപോലെ നാരായണീയത്തെ ശ്രീഹരിയം എന്ന് പരിഭാഷപ്പെടുത്തിയതുപോലെ ആ ഒരു ധൈര്യമാണ്. അത് പരിഭാഷപ്പെടുത്തിയത് പൊന്നുഗുരുവായൂരപ്പന്റെ മേൽശാന്തിയായി 2007 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ 6 മാസക്കാലം മേൽശാന്തിയായി ആ ഭഗവത് സഭരിയെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയില് ചില വിശ്രമ നിമിഷങ്ങൾ ഭഗവാൻ അതിനെ വഞ്ചിപ്പാട്ടിന്റെ രൂപത്തിൽ എഴുതിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ സമർപ്പണ ദിവസം, എന്റെ പൂജാ സമർപ്പണം അല്ലെങ്കിൽ മേൽശാന്തി സഭര്യം പൂർത്തിയാകുന്ന സെപ്റ്റംബർ 30-ാം തീയതി അല്ലെങ്കിൽ 29-ാം തീയതി രാത്രി ആയുരാരോഗ്യ സൗഖ്യം എന്നെഴുതി, രണ്ടായാലും ശ്രീഹരിയം ആയുരിയൻ വരിപാടും ഭക്തനു നൽകിയിടണം ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞാണ് അത് സമർപ്പിച്ചത്. പിറ്റേന്ന് ഉച്ചപൂജ കഴിഞ്ഞ് ഭഗവാന്റെ സോപാനപ്പടിയിൽ ആ എഴുത്തുപ്രതി അവിടെ സമർപ്പിച്ചു. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു ധൈര്യം, ഭക്തന്മാരത് സ്വീകരിക്കും എന്നുള്ളൊരു ധൈര്യത്തിലാണ് സത്യത്തിൽ ഇതിന് മുന്നിട്ടിറങ്ങിയത്. ഞാൻ ധന്യനായി, ഞാൻ മഹാഭാഗ്യവാനായി. അപ്പൊ എന്റെ ആ സൗഭാഗ്യം, അതുകൊണ്ടാണ് ഇതിന് സൗന്ദര്യലഹരിക്ക് സൗഭാഗ്യലഹരി എന്ന രീതിയിൽ എഴുതാൻ തുനിഞ്ഞതെന്ന് ചുരുക്കം. അപ്പോൾ ഓരോ ദിവസവും 10 ശ്ലോകങ്ങൾ എന്ന രീതിയിൽ 10 ദിവസങ്ങളെ കൊണ്ട് ഇത് പൂർത്തിയാക്കാം എന്ന ഒരു മോഹം. ആദ്യത്തെ ദിവസം 10 ശ്ലോകങ്ങൾക്ക് അതിന് ഇത്തരത്തിൽ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ എഴുതി. അത് കഴിഞ്ഞപ്പോ അടുത്ത ദിവസം ആയപ്പോഴേക്കും 30 ശ്ലോകങ്ങൾ എഴുതിച്ചു. രണ്ടാമത്തെ ദിവസം 30 ശ്ലോകങ്ങൾ ഭഗവതി എഴുതിച്ചു, അല്ലെങ്കിൽ അതിന്റെ പരിഭാഷ. എന്നാൽ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിയപ്പോ 30നെ ഇരട്ടിയാക്കി ബാക്കിയുള്ള 60 ശ്ലോകങ്ങളും ഭഗവതി എഴുതിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പൊ അമ്മയുടെ വാത്സല്യം, അമ്പാടിക്കണ്ണന്റെ കാരുണ്യം ഒന്നുമെൻ നൈപുണ്യമല്ല കേട്ടോ, എല്ലാം ആ ഈശ്വരന്റെ കാരുണ്യം മാത്രമാണെന്ന് ചുരുക്കം. അപ്പൊ ശ്രീശങ്കരാചാര്യസ്വാമിയുടെ മൂലഗ്രന്ഥം അതിനെ കുറച്ചൊക്കെ ഒന്ന് വായിച്ചു നോക്കി, അതിന്റെ പരിഭാഷയും വായിച്ച് അതിനനുസരിച്ച് എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ടാവാം അങ്ങനെ ഒരു സബരിയ ആത്മസമർപ്പണം ചെയ്യാൻ സാധിച്ചത് കൊണ്ടാവാം ഇത്രയും മഹാത്മാക്കളായിരിക്കുന്ന, ശ്രേഷ്ഠരായിരിക്കുന്ന, പണ്ഡിതാഗ്രേസന്മാരായിരിക്കുന്ന, സംസ്കൃത ഭാഷയിൽ വലിയ പ്രാവീണ്യമുള്ള ആളുകളൊക്കെ കൂടിയിരിക്കുന്ന ഒരു വെബിനാറിൽ
ഈ ഉള്ളവന് പങ്കെടുക്കാൻ സാധിച്ചത്. അപ്പൊ ഇതില് 1 മണിക്കൂർ എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് സത്യത്തിൽ ഉള്ളിൽ നമ്മൾ പറയാറില്ല, ഒരു നെഞ്ചിടിപ്പ് ഉണ്ട്. എന്താണ് പറയേണ്ടത് എന്ന്. അപ്പൊ ഭാഗവത സപ്താഹങ്ങളൊക്കെ പലപ്പോഴായി ഭഗവാന്റെ കാര്യം കൊണ്ട് നടത്താൻ സാധിച്ചുകൊണ്ട് ഭാഗവത സംബന്ധിയായിട്ടുള്ള കഥകൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം, അഹങ്കാര ലേശമില്ലാത്ത ആത്മവിശ്വാസം തോന്നാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. പക്ഷെ ഇതുപോലെ തന്നെ ദേവി ഭാഗവതത്തെ ഇപ്പോ എല്ലാ ദിവസവും 10-15 ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് അതിനെ അമ്മയെ അറിയാൻ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് ആ ശക്തി സൗന്ദര്യത്തെയും കുറേശ്ശെ അനുഭവിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം ആനന്ദലഹരി എന്നും സൗന്ദര്യലഹരി എന്നും 2 ഭാഗങ്ങൾ ഇതിനുണ്ട് എന്ന് വ്യാഖ്യാതാക്കൾ അല്ലെങ്കിൽ പൂർവസൂരികളായ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. ആദ്യത്തെ ആനന്ദലഹരി പാർവതീദേവിയുടെ മാഹാത്മ്യത്തെ അല്ലെങ്കിൽ ആ ശിവശക്തി ഭാവത്തെ പ്രത്യേകമായി വർണ്ണിക്കുമ്പോൾ പിന്നീടുള്ള ശ്ലോകങ്ങൾ, സൗന്ദര്യലഹരി എന്നുള്ള രീതിയിലുള്ള ആ ശ്ലോകങ്ങൾ ദേവിയുടെ കേശാദിപാദ വർണ്ണനയാണ് നടത്തുന്നത്. ഇതിന്റെ ഐതിഹ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റൊരു കവിയാണ് ആദ്യത്തെ ആനന്ദലഹരി എഴുതിയിട്ടുള്ളതെന്നും അങ്ങനെ ഒരു വാദം, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനൊന്നും ഞാൻ ആളല്ല, അറിവുള്ള ആളുകൾ തിരുത്തി തരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ കേട്ട കഥ വെച്ചിട്ടാണെങ്കിൽ പണ്ട് ശങ്കരാചാര്യസ്വാമികള് അവിടെ ആ വടക്കൻ ഭാരതത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരിടത്ത് ഒരു ചുമരിൽ ഈ 41 ശ്ലോകങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും ശങ്കരാചാര്യസ്വാമി ആ മനീഷിയായ ക്രാന്തദർശിയായിരിക്കുന്ന ബുദ്ധിമാനായിരിക്കുന്ന ശങ്കരാചാര്യസ്വാമി ഒരൊറ്റ നോട്ടം കൊണ്ട് അത് മുഴുവൻ പഠിച്ചെടുത്തുവെന്നും പിന്നീട് അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് ബാക്കി ശ്ലോകങ്ങൾ എഴുതി 100 ശ്ലോകങ്ങൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു എന്നൊരു വ്യാഖ്യാനം ഉണ്ട്. ആ വ്യാഖ്യാനത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകം എന്നും സജ്ജനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അല്ലേ? പാർവതീദേവിയുടെ ആ മുലപ്പാലുണ്ട ഒരു ഭാഗ്യവാൻ അദ്ദേഹമാണ്. അത് സാരസ്വതമാണ് അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്നു. തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത പയ പാരാവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡ ശിശുര ആസ്വാദ്യ തവയൽ കവീനാം പ്രൗഢാനാമജനി കമനീയ കവയിത എന്നാണ്. അതിനെക്കുറിച്ച് പറയുമ്പോ അവിടുത്തെ മുലപ്പാലോ ഹൃദയത്തിൽ നിന്നുള്ളതാം അമൃതമോ സാരസ്വതമയമോ ദേവി, നിന്റെ സ്തന്യം നുകർന്നുള്ള ദ്രാവിഡ ശിശുവോ പണ്ടു നിസ്തുലനാം കവിയായി തീർന്നു പ്രസിദ്ധം എന്ന് ശങ്കരാചാര്യസ്വാമികള് സൗന്ദര്യലഹരിയുടെ 75-ാമത്തെ ശ്ലോകമായിട്ട് നമുക്ക് പറഞ്ഞു വരുമ്പോ ഈ ദ്രാവിഡ ശിശു പിന്നീട് വളർന്നു വന്ന മഹാകവിയായി എഴുതി സമർപ്പിച്ചതാണ് ഈ ആദ്യത്തെ അമൃതലഹരി എന്നുള്ളത് സജ്ജനങ്ങൾ പറയാറുണ്ട്. എന്തുമാവട്ടെ, ഈ ആദ്യത്തെ 41 ശ്ലോകങ്ങൾ തമ്മിൽ പ്രത്യേകമായിട്ട് ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കില്ല. ഓരോന്നും സ്വതന്ത്ര ശ്ലോകങ്ങൾ പോലെയാണ് നമുക്ക് തോന്നുക. അതിലെല്ലാം തന്നെ ആ ശക്തി സ്വരൂപിണിയുടെ അവദാനങ്ങളെ വാഴ്ത്തുന്നതാണ്. എന്നാൽ സൗന്ദര്യലഹരിയിലേക്ക് വരുമ്പോ നാരായണീയത്തിലൊക്കെ അവസാനത്തെ ദശകത്തിൽ കേശാദിപാദ വർണ്ണന നടത്തുന്നത് പോലെ ഇവിടെ ശങ്കരാചാര്യസ്വാമികള് ഈ ഭഗവതിയുടെ പാർവതീദേവിയുടെ കേശാദിപാദം മുടിതൊട്ട അടിയോളം ദേവിയെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ പ്രസിദ്ധമായിട്ടുള്ള ആദ്യത്തെ ശ്ലോകം അല്ലേ? ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതം ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യം പ്രഭവതി എന്നാണ്. അപ്പോ ശിവൻ ശക്തി സമേതനായി പ്രപഞ്ചത്തിന് സൃഷ്ടി ചെയ്യുന്നു.
ശക്തി ഇല്ലെങ്കിൽ ആർക്കും സ്പന്ദിക്കാൻ പോലും ആവില്ല. നമ്മുടെ എല്ലാവരുടെയും കഥ അതാണ് അല്ലേ? ശക്തിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ശക്തിയിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ശക്തിയില്ലെങ്കിൽ സത്യത്തിൽ ത്രിമൂർത്തികൾക്ക് പോലും ഹരിഹര വിരിഞ്ചാതിഭിരപി, ത്രിമൂർത്തികളാണല്ലോ ലോകത്തെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ത്രിമൂർത്തികൾക്ക് പോലും അവിടെ ഒന്ന് അനങ്ങാൻ സാധിക്കില്ല. ത്രിമൂർത്തികൾ ആരാധിക്കുന്ന അവിടുത്തെ സ്തുതിക്കാൻ സത്യത്തിൽ ആർക്കാണ് സാധിക്കുക? എനിക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ അല്ലേ? അവിടുത്തെ ആ ദിവ്യമായ പാദരേണു, ആ കാൽപ്പൊടി തൊട്ടിട്ടാണ്, അതിന്റെ കാരുണ്യം കൊണ്ടാണ് ബ്രഹ്മദേവൻ പോലും ലോക സൃഷ്ടി ചെയ്യണത്. ഇപ്പൊ ത്രിമൂർത്തികൾ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പ്രപഞ്ചത്തെ വിഷ്ണുദേവൻ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആ കാൽപ്പൊടിയെ ഭസ്മമാക്കി മഹാദേവൻ അണിയുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുന്നത്. അമ്മയുടെ ജഗദീശ്വരത്വം അല്ലെങ്കിൽ ജഗജ്ജനനിയാണ് അമ്മ എന്ന് കാണിക്കുന്നു. സത്യത്തിൽ പറയുകയാണ്, അമ്മേ, അവിടുന്ന് അല്ലാത്ത ദേവഗണങ്ങൾ പലപ്പോഴും കൈകൾ കൊണ്ട് അഭയവരദങ്ങളെ നൽകുന്നു അല്ലെ? ഒരു കൈ കൊണ്ട് അഭയം തരുന്നു, മറ്റേ കൈ കൊണ്ട് അവർക്ക് വരം കൊടുക്കുന്നു. പക്ഷേ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് അവിടുന്ന് കൈകൊണ്ടല്ല അത് നൽകണത് എന്നാണ്. അവിടുന്ന് അഭയവരദങ്ങൾ നൽകുന്നത് എങ്ങനെയാണ്? അവിടുത്തെ പാദപത്മങ്ങൾ കൊണ്ടാണ്. ശരണ്യേ ലോകാനാം തവഹി ചരണാവേവ നിപുണാണ്. പാദത്തിന്റെ മാഹാത്മ്യം അത്രയും വലുതാണ്. ഭാഗവതം ഒരിടത്ത് ഭഗവാനോട് കർദമ പ്രജാപതി പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, എന്താ അത്? ഈ സംസാര കടല് കടക്കാനുള്ള തോണിയാണ് അവിടുത്തെ പാദാരവിന്ദങ്ങൾ. പാദാരവിന്ദം ഭവസിന്ധുബോധം എന്നാണ് പറയുന്നത്. അതേപോലെ ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ അമ്മയുടെ പാദാരവിന്ദങ്ങൾക്കാണ് കൂടുതൽ കഴിവ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ 5-ാമത്തെ ശ്ലോകം പറയുന്നത്, ഹരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനിം പുരാ നാരീഭൂത്യാ പുരരിരുപുമപി ക്ഷോഭമനയൻ സ്മരോപി ത്വാം നത്വാ ജതിനയനലേഹ്യേന വപുഷാ മുനീനാമപ്യന്ത പ്രഭവതി മോഹായ മഹതാം. ഈ ശ്ലോകത്തിന് ഇന്ന് ഈ സൗന്ദര്യലഹരി ചൊല്ലുമ്പോൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം എന്താ? അമ്മേ നിന്നെ ഭജിച്ചിട്ടു മോഹിനിയായി മാറി ഹരി, അദ്രീപതി പോലും അതിൽ മോഹിതനായി. ഇന്ന് ഏകാദശിയാണ്. ഇന്നത്തെ ഏകാദശി വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് മോഹിനി ഏകാദശി എന്നറിയപ്പെടുന്ന ഏകാദശിയാണ്. അപ്പൊ അന്നാണ് അമ്മയെ ഭജിച്ച് മോഹിനിയായി മാറി ഹരി. അമ്മയുടെ കാരുണ്യം കൊണ്ട് ആ മോഹിനിയിൽ മോഹമുദിച്ചു മഹാദേവന്. എന്തിന്? കാമദേവൻ പോലും മുനിമാരെയൊക്കെ മോഹിപ്പിക്കുന്നത് അവിടുത്തെ കാരുണ്യം കൊണ്ടാണെന്നാണ്. അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോ പുഷ്പമയമായിരിക്കുന്ന വില്ലും വണ്ടിന്റെ നിരയാകുന്ന ഞാണും 5 ശരങ്ങളും, അപ്പോ വസന്തകാലമാകുന്ന സജീവനും മന്ദവായുവാകുന്ന തേരും, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ അനങ്കൻ പാർവതി, ആ അനങ്കനെ തീയ ആ കടക്കണ്ണുകൊണ്ട് വിജയിക്കുന്നു. അപ്പോ അനങ്കനെ പോലും കാമനെ പോലും കാമിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന സൗന്ദര്യമാണ് അമ്മേ എന്ന് പറയുന്നു. അമ്മയുടെ ആ ദിവ്യമായ സ്വരൂപം, അമ്പും വില്ലും പാശവും തോട്ടിയും ഒക്കെ ധരിച്ച് ചന്ദ്രബിംബാനനയായിരിക്കുന്ന ഭഗവതി, അവിടുന്ന് അടിയന്റെ മുമ്പിലും പ്രത്യക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്ന മറ്റൊരു ശ്ലോകം. ഇങ്ങനെ 100 ശ്ലോകങ്ങളിലൂടെയാണ് ഭഗവതിയെ ഭജിക്കുന്നത് ശങ്കരാചാര്യ സ്വാമികൾ.
അങ്ങനെയുള്ള ആ ശങ്കര വിരചിതമായ ഈ സൗന്ദര്യലഹരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഈ ഏകാദശി ദിവസം തന്നെ അനുസ്മരിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. പിന്നെ ഭഗവതി എവിടെ ഇരിക്കണു? ദേവി ഭാഗവതത്തിലൊക്കെ വളരെ വിസ്തരിച്ച് അത് നമുക്ക് വർണ്ണിച്ചു തരുന്നുണ്ട്. ആ മണിദ്വീപിൽ, അല്ലെ, മണിദ്വീപത്തില് അമൃത സിന്ധുവിൽ അതിന്റെ മധ്യത്തിൽ കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ ഉപവനം, മണിദ്വീപ് കദംബത്തിന്റെ ഉദ്യാനത്തിലെ രത്നമാളികയാൽ ശിവമഞ്ചത്തിലിരുന്ന് ആ മഹാദേവ തൽപ്പത്തിൽ വാഴുന്ന ദേവി അവിടുത്തെ ഭക്തന്മാരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെ. സുധാസിന്ധോർ മധ്യേ സുരവിടഭിവാടീ പരിവൃതേ മണിദ്വീപേ നീപോപവനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം ധന്യ കതിചന ചിദാനന്ദലഹരി. അപ്പോ ആ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളുടെ മാഹാത്മ്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, അല്ലേ. അവിടുത്തെ ആ പാദങ്ങളിൽ നിന്നൊഴുകുന്ന അമൃത അത് പ്രപഞ്ചത്തെ മുഴുവൻ നനയ്ക്കുന്നു. അപ്പോ പറയുകയാണ്, സത്യത്തിൽ ആ ഭുജകസ്വരൂപമായി താമരക്കിഴങ്ങ് പോലെ ആധാര കേന്ദ്രത്തിൽ യോഗനിദ്ര നേടാൻ അവിടുത്തെ പാദാരവിന്ദങ്ങളെയാണ് ആശ്രയിക്കേണ്ടത്. ശിവാത്മകമായ 4 കോണും ശക്തിയാത്മകമായിരിക്കുന്ന 5 കോണും അവിടുത്തെ സ്ഥാനമായ ബിന്ദുസ്ഥാനവും അഷ്ടദളം 16 വൃത്തം, അപ്പോ എല്ലാം ചേർന്നാൽ എന്തായി തീർന്നു? 44 തീർന്നു. ഇങ്ങനെ അമ്മയുടെ 2 നിലയ്ക്കും അമ്മയുടെ സ്വരൂപ മാഹാത്മ്യത്തെയും സൗന്ദര്യത്തെയും വർണ്ണിക്കുമ്പോ തന്നെ അതിനെ തത്വപരമായി കാണാനുള്ള പല പല ഉപമകളും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സത്യത്തിൽ ഭഗവതിയെ അവിടുത്തെ സൗന്ദര്യവുമായി തുലനം ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്ന് പിന്നീട് പറഞ്ഞു. ത്വദീയം സൗന്ദര്യം തുഹിനഗിരി കന്യേ തുലയിതം കവീന്ദ്ര കൽപ്പന്തേ കഥമപി വിരിഞ്ചി പ്രഭൃതയ. സാക്ഷാൽ ബ്രഹ്മാവ് തുടങ്ങിയ കവികൾക്ക് പോലും സാധിക്കില്ല എന്നാണ്. അപ്പൊ ദേവസുന്ദരികൾ പോലും നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ, ആ ദേവദേവ സായുജ്യത്തെ പ്രാപിക്കാൻ മോഹിക്കണു അല്ലെങ്കിൽ പ്രാപിക്കണു എന്നാണ്. അവിടുത്തെ കടാക്ഷം, അവിടുത്തെ പാദങ്ങളുടെ പ്രത്യേകത, അല്ലെ. കടാക്ഷം കൊണ്ട് അനുഗ്രഹം നേടിയ ആളുകള് അവരെ പറയുകയാണ്, അങ്ങനെയുള്ള ആളുകൾ എത്ര മോശക്കാരാണെങ്കിലും, കാഴ്ചയിൽ സൗന്ദര്യമില്ല അല്ലെങ്കിൽ തനി വിരസൻ, ഒട്ടും തന്നെ രസികത്വമില്ലാത്ത ആള്, വൃദ്ധൻ, എങ്കിൽ പോലും അമ്മയുടെ കടാക്ഷം ഉള്ളത് കൊണ്ട് ഇവരെ ആ ദേവസുന്ദരികൾ പോലും പിന്തുടരും എന്നാണ്. ഇത് അവരുടെ കേമത്വം കൊണ്ടല്ല, കാരണം അവർക്ക് സൗന്ദര്യമില്ല, രസികത്വമില്ല. പക്ഷേ അവരെ പോലും ഇത്തരത്തിൽ സ്ത്രീകൾ പിന്തുടരുന്നു എന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ കാരുണ്യമാണ് എന്ന് അവിടെ പറയുന്നു. അപ്പോ പറയുകയാണ്, ശരത്കാലത്തിലെ നിലാവ് പോലെ ചന്ദ്രകലാധാരിയായി അഭയവരത മുദ്ര മാലാപുസ്തകങ്ങളോടുകൂടി ആ വാണി ആ ഭഗവതിയുടെ പാദത്തിൽ നമസ്കരിച്ചാൽ പിന്നെ നമുക്ക് മധുരം നിറഞ്ഞ വാക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ വാണിയായി മിന്നിത്തിളങ്ങുന്നതും അവിടുന്ന് തന്നെ. അപ്പൊ നമുക്ക് വാക്കിന്റെ ദേവതയായി സരസ്വതിയായി ശരജ്യോത്സ്നാശുദ്ധാം ശശിയുത ജടാജൂടമകുടാം വരത്രാസത്രാണ സ്ഫടിക ഘടികാ പുസ്തകകരം സകൃന്നത്വാ കഥമിവ സതാം സന്നിധതേ മധുക്ഷീരദ്രാക്ഷ മധുരിമധുരിണ ഭണിതയാ എന്ന് മറ്റൊരിടത്ത് പറയുന്നു. അപ്പോ സത്യത്തിൽ അമ്മേ, ഈ കവികളുടെ മനസ്സുണ്ടല്ലോ, അത് പത്മവനമാണെന്നാണ്. ബാലസൂര്യൻ സരസ്വതി. അപ്പോ ഇത്തരത്തിൽ ഭവതിയെ ഭജിക്കുന്നവരിൽ ഹേ വിരിഞ്ച പ്രേയസി, സരസ്വതിയെ വിളിക്കുകയാണ്, ബ്രഹ്മാവിന് പ്രിയപ്പെട്ടവളെ, ആ അവിടുത്തെ ശൃംഗാരരസപ്രവാഹം വാക്കുകളായി സജ്ജനങ്ങൾക്ക് മുഴുവൻ ആനന്ദത്തെ നൽകുന്നു എന്നാണ്.
അങ്ങനെ വാണീദേവിയെ സ്തുതിക്കുന്നു. വാണീദേവിയുടെ ആ വദനത്തിൽ നിന്ന് മധുരമായ വാക്ക് അത് ആരാണോ ചേർക്കുന്നത് അവരൊക്കെയാണ് കവികളായി തീരുന്നത്. വാണീദേവിയുടെ അനുഗ്രഹം വേണം എന്നാണ്. അപ്പോ ചന്ദ്രകാന്ത കല്ലിന്റെ ശോഭയുള്ള വശിന്യാദി വാഗ്ദേവതകൾക്കൊപ്പം നമ്മള് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോ അവിടെ പറയാറുണ്ട് അല്ലേ, വശിന്യാദി വാഗ്ദേവത അല്ലേ, അവരാണ്. അപ്പൊ വശിന്യാദി വാഗ്ദേവതകളെ പോലെ അവിടുത്തെ ധ്യാനിച്ചാൽ, അവരോടൊപ്പം ധ്യാനിച്ചാൽ വാണീദേവിയുടെ വദനത്തിന്റെ ആ സൗരഭ്യം കൊണ്ട് മധുരമായ വാക്ക് നമ്മളിലേക്ക് കടന്നു വരും. നമ്മളിലും കവിത്വം ഉണ്ടാകും, നമ്മളും കവികളായിട്ട് തീരും എന്ന് പറയുന്നു. ഭഗവാനെ, ഇനി അവിടുത്തെ ആ ശരീരത്തെ അരുണാഭമായി കണ്ടുകൊണ്ട് ധ്യാനിക്കുന്ന ആളുകൾക്കോ അവര് എത്ര സ്വർഗസുന്ദരികൾ പോലും മോഹിക്കുന്ന സുന്ദരികളായിട്ട് തീരും. അപ്പൊ ദേവിയെ ആരാധിച്ചാൽ കവിത്വമുണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും പറയുന്നു. അപ്പൊ അത്രയും ശ്രേഷ്ഠമാണ് ചന്ദ്രകാന്ത കല്ല് പോലെയുള്ള അവിടുത്തെ ദേഹം. അതിൽ നിന്ന് കിരണങ്ങളെ വർഷിക്കണു. അവിടുത്തെ ഭജിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സർപ്പദർപ്പമില്ലാതാക്കും ഗരുഡനെ എന്ന പോലെ കടാക്ഷത്താൽ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നു. അവിടുത്തെ കടാക്ഷം ഏതുപോലെയാന്നാ പറയണത്? സർപ്പങ്ങളുടെ ദർപ്പമില്ലാതെയാക്കുന്ന ആ താർക്ഷ്യപുത്രനെ പോലെ, ആ സുവർണനെ പോലെ, ആ പക്ഷീന്ദ്രനെ പോലെ, ആ ഖഗേശ്വരനെ പോലെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും അവിടുത്തെ കടാക്ഷം ഇല്ലാതെയാക്കുന്നു. ഈക്ഷയ അമൃതവർഷിണിയായ ആ നോട്ടം കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, മിന്നൽ പോലെ കൃഷിയായി സൂര്യ ചന്ദ്ര വൈശ്വാനര, സൂര്യനും ചന്ദ്രനും അഗ്നിയും ആ ചക്രങ്ങളായ പത്മങ്ങൾക്ക് നടുവിൽ അതിൻ്റെ മുകളിൽ ശിവനൊത്ത് അവിടുന്ന് മിന്നിത്തിളങ്ങുന്നു. അങ്ങനെയുള്ള അവിടുത്തെ ആ ശിവശക്തി രൂപത്തെ സ്മരിക്കുമ്പോ പരമമായ ആനന്ദം ലഭിക്കുന്നു. ഇപ്പൊ സൗന്ദര്യം, അതേപോലെ തന്നെ കവിത്വം, ഇപ്പൊ പരമമായ ആനന്ദം ഒക്കെ വേണമെങ്കിൽ ഭഗവതിയെ ആരാധിക്കണം. പിന്നെയോ അതേപോലെ തന്നെ സായുജ്യത്തിനും ആ ഭഗവതിയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്നു. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാമിതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതിയ. അപ്പൊ ഇവിടെ എന്നിൽ അവിടുത്തെ കാരുണ്യമുണ്ടാവണേ, കടാക്ഷമുണ്ടാവണേ എന്ന് ആ ഭവാനിയോട് പ്രാർത്ഥിച്ചാൽ ബ്രഹ്മവിഷ്ണു ശിവാദികൾ പോലും കുമ്പിടുന്ന പാദമുള്ള അവിടുത്തെ സായുജ്യപദത്തെ നൽകി അമ്മ അനുഗ്രഹിക്കും. അപ്പൊ ആനന്ദം, അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തുമുള്ള സായുജ്യത്തെയും ലഭിക്കണു എന്നാണ്. മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിത പദാം, അത് തന്ന് അനുഗ്രഹിക്കുന്നു. അപ്പോ സത്യത്തിൽ അവിടുന്ന് ആ ശംഭുവിന്റെ മഹാദേവന്റെ വാമഭാവത്തെ അലങ്കരിക്കുന്നു. ആ വാമഭാഗത്തെ സ്വീകരിച്ചു. അപ്പോ മറുഭാഗവും അതും അപഹരിച്ചു എന്നാണ്. അരുണദേഹം, മുക്കണ്ണ്. അപ്പോ ചന്ദ്രകലാ കിരീടം, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ശരീരാർത്ഥം ശംഭോരപരമപി ശങ്കേഹൃതമഭൂൽ ജഗത്സൂതേ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ബ്രഹ്മാവ്, മഹാവിഷ്ണു, രുദ്രൻ ആ രീതിയിൽ സൃഷ്ടിസ്ഥിതി ലയം ചെയ്ത്, അതേപോലെ ആ ഈശാനൻ സദാശിവത്വത്തിൽ ചേർക്കുന്നു. അപ്പൊ ഇതൊക്കെ നിന്റെ പുരികത്തിൻ ആജ്ഞകളെ സ്വീകരിച്ചിട്ടാണ്. അവിടുത്തെ ആ പുരികങ്ങളൊന്ന് ഇളകിയാൽ ഈ ലോകം വേണ്ടതുപോലെ ചലിക്കും എന്ന് കാണിക്കുന്നു. പറയുന്നു, ഇനി അമ്മയെ പൂജ ചെയ്താലോ? ബ്രഹ്മവിഷ്ണു മഹേശ്വര പൂജയായിട്ട് മാറും. കാരണം അവരെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവിടുത്താണ്. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേൽ പൂജ, പൂജ തവ ചരണയോർ യാ വിരചിത എന്നാണ്. അപ്പൊ എന്താ, ഈ അമ്മയെ പൂജിച്ചു കഴിഞ്ഞാൽ ആ പൂജ ആർക്ക് കിട്ടും? അമ്മയുടെ മുമ്പിൽ തൊഴുകൈകളുമായി നിൽക്കുന്ന സകല ദേവീദേവന്മാർക്കും. അതിൽ തന്നെ ഈ 3 പേരെ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ, ത്രിമൂർത്തികളെ പറഞ്ഞു. സത്യത്തിൽ പ്രളയമുണ്ടാകുമ്പോ നാൻമുഖൻ, യമൻ,
സാക്ഷാൽ മഹാവിഷ്ണു, കുബേരൻ, ഇന്ദ്രാദികള് ഇവരൊക്കെ നശിക്കുന്നു. വിനാശം, അവർക്കൊക്കെ നാശം സംഭവിക്കും. പക്ഷേ അവിടുന്ന്, അവിടുത്തെ പതിയാകുന്ന സാക്ഷാൽ മഹാദേവൻ മാത്രം എപ്പോഴും മിന്നിത്തിളങ്ങുന്നു. കാരണം ശക്തിയോടുകൂടിയാണ് മഹാദേവൻ മിന്നിത്തിളങ്ങുന്നത്. ഇനി പ്രാർത്ഥിക്കുന്നു. എന്താ അവിടെ പ്രാർത്ഥിക്കുന്നത്? എല്ലാം അവിടുത്തേക്കായിട്ട് സമർപ്പിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ നളഗോപുര മണിഗ്രീവന്മാര് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. വാണീ ഗുണാനുകഥനേ ശ്രവണം കഥായം എന്ന രീതിയിൽ. അതേപോലെ ഇവിടെ പറയാണ്, ജപോ ജൽപ ശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. എന്താ പ്രാർത്ഥിക്കണത്? എന്റെ വാക്ക് ജപമായിട്ട് തീരണം, എന്റെ പ്രവൃത്തി അവിടുത്തെ പൂജയ്ക്കുള്ള മുദ്രയായിട്ട് തീരണം, എന്റെ സഞ്ചാരം, എന്റെ നടത്തം അത് പ്രദക്ഷിണമായിട്ട് തീരണം, എന്റെ ഭക്ഷണം ഹോമമാവണം, എന്റെ ശയാനം, ഞാൻ വീണ് നമസ്കരിക്കുമ്പോൾ എന്റെ ശയനം അത് പ്രണാമമായിട്ട് തീരണം. അങ്ങനെ എന്റേതെല്ലാം തന്നെ അവിടുത്തെ പൂജയായിട്ട് സപര്യയായിട്ട് തീരണേ ഭഗവതി എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻമുഖനും ദേവേന്ദ്രനും അതേപോലെ അമൃതത്തെ കഴിച്ചിട്ടും കൽപ്പത്തിന്റെ അവസാനത്തിൽ അവർക്കൊക്കെ നാശമുണ്ട്. ആൻമുഖന് 2 പരാർത്ഥം കഴിഞ്ഞാൽ നാശമുണ്ട്. പക്ഷേ കാളകൂട വിഷം കഴിച്ചിട്ട് പോലും മഹാദേവന് നാശമില്ല. അതിന്റെ കാരണം എന്താ? കാരുണ്യാബ്ധേ, അവിടുത്തെ പ്രഭാവം കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. അവിടുത്തെ ആ തോടയുടെ പ്രഭാവം കൊണ്ടാണെന്നാണ്. ശംഭോസ്തന്മൂലം തവ ജനനി താടങ്ക മഹിമ എന്ന് പറയുന്നു. അപ്പോ ബ്രഹ്മാവിന്റെ കിരീടത്തിൽ നിന്ന് മാറ്, അതുപോലെ വിഷ്ണുവിന്റെ, ദേവേന്ദ്രന്റെ ഒക്കെ ഭക്തന്മാര് പറയാണ് ശംഭുവിനെ എതിരേൽക്കാൻ അവിടുന്ന് പോണു. അങ്ങനെയുള്ള അവിടുന്ന് ജയിക്കട്ടെ എന്ന്, ഭക്തന്മാരുടെ വാക്കു ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പൂജ്യയാണ് അവിടുന്ന്. സ്വദേഹത്തിൽ നിന്നും ഉയരുന്ന അണിമാതി പ്രകാശം കൊണ്ട് ചുറ്റപ്പെട്ട അവിടുന്ന് പൂജ ചെയ്യുന്ന ഭക്തൻ ആ ശിവ ഐശ്വര്യം പോലും ത്യജിക്കണു. പ്രളയാഗ്നി പോലും നീരാജന തുല്യമായിട്ട് തീർന്നു ഭഗവതി. അങ്ങനെ ആ ദേവിയെ സ്തുതിക്കുന്ന വളരെ മനോഹരമായ ആനന്ദലഹരി അങ്ങനെ കണ്ട് കേട്ട് വായിച്ചു മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മള് ശങ്കരാചാര്യസ്വാമി നേരിട്ടെഴുതി എന്ന് ഉറപ്പിച്ചു പറയുന്നത്. എല്ലാ ശങ്കരാചാര്യസ്വാമികൾ തന്നെ എഴുതിയതാണ്, അങ്ങനെ ഒരു വിവാദത്തിനൊന്നും പ്രസക്തിയില്ല. എങ്കിൽ പോലും ആ ശങ്കരാചാര്യസ്വാമികള് ഭഗവതിയുടെ, ഹൈമവതിയുടെ, പാർവതിയുടെ, ഹിമോൽപുത്രിയായിരിക്കുന്ന ഭഗവതിയുടെ ശിരോലങ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കിരീടത്തിൽ മാണിക്യം പോലെ മിന്നിത്തിളങ്ങുന്നത് സത്യത്തിൽ എന്താണ്? ആദിത്യന്മാരാണ്. അതിന്റെ ശോഭ കൊണ്ട് അവിടെ ചന്ദ്രക്കല കാണുന്ന കവിക്ക് എന്തു തോന്നുന്നു? ഇത് മഴവില്ലാണ് എന്ന് ശങ്കിക്കാതിരിക്കുവോ എന്നാണ്. അത്രയും ശോഭ വരുമ്പോ അല്ലെ, സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് അത് ആ മഴവില്ലുണ്ടാവുക. അപ്പൊ ഈ മഴവില്ലാണ് എന്ന് തോന്നുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? ആദിത്യന്മാരെ അവിടുത്തെ കിരീടത്തിൽ മാണിക്യമണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോ ഭഗവതി, ആ ഭഗവതിയുടെ കേശാദിപാദ വർണ്ണന അവിടെ ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ അവിടുത്തെ ആ തലമുടിയുടെ സുഗന്ധം. ഇപ്പൊ നോക്കൂ, ഇടതൂർന്ന കേശപാശമാണ്. ആ കേശപാശത്തിന്റെ പ്രത്യേകത എന്താ? അജ്ഞാനനാശമാണ് അവിടെ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ തലമുടിയിൽ അതിന്റെ സുഗന്ധത്തെ നുകരാൻ കൽപ്പകപ്പൂ വന്നതാണോ എന്ന് പോലും തോന്നും എന്നാണ്. പിന്നെ അവിടുത്തെ മുഖം, ആ വദനത്തിന്റെ സൗന്ദര്യം, അത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേശപാശമാകുന്ന ഇരുട്ട് എന്ന് തോന്നുന്നു. ആ കേശപാശമാകുന്ന ഇരുട്ടിൽ തടവിലായ ഉദയാർക്ക കിരണം എന്ന് തോന്നും അവിടുത്തെ ആ മുടിയിലെ സീമന്തരേഖ കണ്ടാൽ. നോക്കൂ, എത്ര
മനോഹരമായിട്ടാണ് ഓരോ ഭാഗങ്ങളെയും ശങ്കരാചാര്യസ്വാമികൾ കണ്ട് മനസ്സിലാക്കി ഭഗവതിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കണത് എന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ അതേപോലെ തന്നെ പണ്ട് കുഞ്ഞുങ്ങൾ അല്ലേ, അത് അത്രയുള്ള ശോഭയുള്ള കുറുനിര, മാല, പിന്നെയോ മുഖത്തിന്റെ പ്രത്യേകത എന്താ? അത് മുഖാരവിന്ദമാണ്. സാക്ഷാൽ ആ താമര പോലും തോൽക്കുന്ന മുഖം. ദന്തശോഭ എന്ന് പറഞ്ഞാൽ അതിന്റെ കേസരങ്ങളാണ്. മുഖമാകുന്ന ചെന്താമര അല്ലേ. പിന്നെയോ കാമാരിതൻ കണ്ണുകളും ആണ് അവിടുത്തേക്ക് ഉള്ളത്. സത്യത്തിൽ അവിടുത്തെ കിരീടത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ചന്ദ്രക്കല, അവിടുത്തെ നെറ്റിത്തടം. അപ്പോ ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ ഇന്ദുവിന്റെ പൂർണ്ണരൂപമാവും. ചന്ദ്രക്കല ഇങ്ങനെ വെച്ചു, അതേപോലെ ഭഗവതിയുടെ നെറ്റിത്തടം പഞ്ചമിചന്ദ്ര തുല്യമാണ് അല്ലേ. പഞ്ചമിചന്ദ്ര തുല്യമായിരിക്കുന്ന ഭഗവതിയുടെ നെറ്റിത്തടവും അതേപോലെ ഭഗവതിയുടെ കിരീടത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ആ ചന്ദ്രക്കലയും രണ്ടും കൂടി ചേരുമ്പോ എന്തായി? ഒരു പൂർണ്ണേന്ദു. ഇങ്ങനെയാണല്ലോ അല്ലേ. രണ്ട് ആ ഭാഗങ്ങളും ചേരുമ്പോ ശങ്കരാചാര്യസ്വാമികള് പറയുന്നു. പിന്നെ അവിടുത്തെ പുരികങ്ങൾ, ആ നെറ്റിത്തടത്തിന് ശേഷം പിന്നെ പുരികങ്ങളിലേക്ക് വന്നു. അത് എന്താണ്? കാമദേവന്റെ വില്ല് തന്നെയാണെന്ന്. ആ വില്ലിൽ കണ്ണുകൾ ഞാണാണ്, ഭ്രൂമധ്യം കാമന്റെ മുഷ്ടിയാണ് എന്നും പറയുന്നു. നാസികാമധ്യം പ്രകോഷ്ഠമാണ്, ഭുവനത്തിന്റെ ഭയമെല്ലാം നിൽക്കുന്ന ഉമയാണ് ദേവി എന്നും പറയുന്നു. പിന്നെ സൂര്യാത്മകമായ വലംകണ്ണ് പകലിനെയും ചന്ദ്രാത്മകമായ ഇടംകണ്ണ് രാത്രിയെയും സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ കണ്ണു സന്ധ്യാസമയത്തെയാണ് കാണിച്ചു തരുന്നത്. തൃതീയാതെ ദൃഷ്ടിർ ദമദളിത ഹേമാംബുജരുചി സമാധത്തെ സന്ധ്യാം എന്ന് പറയുന്നു. പിന്നെ അവിടുത്തെ നോട്ടം, ആ കണ്ണ് തുറന്നുള്ള നോട്ടം ഉണ്ടല്ലോ, ആ വിശാലയായി കല്യാണിയായി കുവലയം പോലും തോറ്റതിനാൽ അയോധ്യയായി, ധാരയായി, മധുരയായി, ആഭോഗവതിയായി, അപ്പോ ബഹുനഗര വിസ്താര വിജയയായി മാറുന്നു ഭഗവതി. നവരസങ്ങൾ ആസ്വദിക്കുന്ന വണ്ടിയും കുഞ്ഞുങ്ങൾ. അതേപോലെയാണ് നേത്രദ്വയം. കവിതയാകുന്ന പൂങ്കുയിലിലെ ആ പൂങ്കുലയിലെ തേനുണ്ണുന്ന കർണങ്ങളെ ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ മൂന്നാം നേത്രം ചുവന്നാണല്ലോ ഇരിക്കണത്. അതുകൊണ്ടാണ് സന്ധ്യാംബരം പോലെ ഭഗവതിയുടെ മൂന്നാം തൃക്കണ്ണ് എന്ന് പറഞ്ഞത്. ശിവനിൽ ശൃംഗാരാർദ്രത, മറ്റുള്ളവരിൽ പുച്ഛഭാവം. ഗംഗയിലോ അല്ലെ സപത്നിയാണെന്നുള്ളത് കൊണ്ടുള്ള ഒരു കോപം. അപ്പൊ ശിവലീല വിസ്മയമാണ്. പാമ്പിൽ ഭയം, താമരയ്ക്ക് ഭാഗ്യം, സഖികൾക്ക് ഹാസം. അങ്ങനെയുള്ള അവിടുത്തെ നേത്രം അടിയന് കരുണാരസത്തെയാണ് നൽകുന്നത്. ഭഗവതി പ്രാർത്ഥിക്കുന്നു. അപ്പോ അവിടുന്ന് ഹിമവാന്റെ കുലത്തിന് ചേർന്നവളാണ്, ഹിമവാന്റെ കുലത്തിൽപ്പെട്ടവളാണ് അല്ലേ. അവിടുത്തെ കണ്ണുകൾ എന്താണ്? സത്യത്തിൽ ആ കടാക്ഷങ്ങൾ കാമബാണങ്ങളാണ്. ആ കാമനിൽ നിന്ന് ഉദ്ഭൂതമായിട്ടുള്ള കണ്ണുകൾ എവിടം വരെ നിൽക്കണു എന്നാ പറയുന്നത്? അത് കർണാന്തം വരെ നീണ്ടിടംപെട്ട കണ്ണുകൾ എന്ന് പറയുന്നു. ആ നീണ്ടിടംപെട്ട കണ്ണുകൾ കാമാരിയുടെ ശാന്തരസത്തെ പോലും ഇല്ലാതാക്കുന്നതാണ് എന്ന് പറയുന്നു. ദേവി അവിടുത്തെ ശ്വേതാരുണ കൃഷ്ണവർണ്ണമാർന്ന കണ്ണുകൾ എന്നാണ്. അപ്പോ ഗംഗ, ശോണനദം, പിന്നെ യമുന, ഇത് മൂന്നും ചേർന്നതുപോലെയാണ് ഈ അവിടുത്തെ കണ്ണുകൾ. അപ്പൊ അത് ത്രിവേണി സ്നാനത്തിന്റെ ഫലം നൽകുന്നു, പാപഹരമായി തീരുന്നു എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. പാർവതിയുടെ കണ്ണുകൾ, അതിന്റെ നിമേഷവും ഉന്മേഷവും, ആ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് പ്രളയവും ഉദയവും സാധ്യമാക്കുന്നു. അമ്മ ഒന്ന് കണ്ണടച്ചാൽ ലോകത്ത് പ്രളയം, അമ്മ കണ്ണു തുറന്നാൽ ലോകത്ത് ഉദയം. അതാണ്. അപ്പോ ആ നേത്രോന്മേഷം പ്രപഞ്ചത്തെ രക്ഷിക്കാൻ അതിനുവേണ്ടി എന്തു ചെയ്തു? ആ നേത്രങ്ങൾ നിമേഷത്തെ ഉപേക്ഷിച്ചു എന്നാണ്. കാരണം ഈ ലോകത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് കണ്ണടച്ചാൽ
പ്രളയം വരും. എന്നിട്ട് പറയുകയാണ്, സത്യത്തിൽ ആ കാതോളം നീണ്ട കണ്ണിന്റെ ഏഷണിയെ പേടിച്ചിട്ടാണ് അത്രയും മത്സ്യങ്ങൾ പോലും, മത്സ്യാക്ഷി, മീനാക്ഷി എന്ന ഭഗവതിക്ക് പേരുണ്ട് അല്ലെ. അപ്പൊ ശ്രീദേവി സാക്ഷാൽ ലക്ഷ്മി ഭഗവതി പകൽ നേരം ദേവിയുടെ കൺകളിലും രാത്രി കുവലയത്തിലും താമരപ്പൂവിലും പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ വിടർന്ന കരിങ്കൂവള പൂവിനൊത്ത കണ്ണുകൾ കൊണ്ട് എന്നെയും ഒന്ന് കടാക്ഷിക്കണേ, എന്റെ ഈ ദൈന്യതയില്ലാതെയാക്കാൻ. ദേവീയാസം ദീനം സ്നപയ കൃപയാ മാമപി ശിവേ, എന്നെ കൂടി കടാക്ഷിക്കണേ എന്നാണ്. കാരണം നോക്കൂ, അവിടുന്ന് ആ കണ്ണുകളുണ്ടല്ലോ, കാമദേവ ധനുസ്സു പോലെ, അങ്ങനെയുള്ള ആ ശ്രവണമാർഗം വരെ കടന്ന് നിൽക്കുന്ന കടാക്ഷം കാമൻ അമ്പ് തൊടുക്കുന്നത് പോലെ എന്നാണ്. അമ്പ് തൊടുക്കുമ്പോ എന്താ ചെയ്യുക? ആ ഞാണ് കാതോളം വലിച്ചിട്ടാണ് വിടുക. അതേപോലെയാണ് അമ്മയുടെ കണ്ണുകൾ എന്ന് പറയുന്നു. അങ്ങനെ ആ മുഖാരവിന്ദത്തിലെ ഓരോ അവയവങ്ങളെയും സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികൾ പ്രത്യേകമായിട്ട് പറയുന്നു. പിന്നെ അവിടുത്തെ മുഖപത്മം 4 ചക്രമുള്ള കാമരഥമാണെന്നാണ്. സൂര്യചന്ദ്രചക്രമുള്ള ഭൂമിരഥം തന്നിലുള്ള ശിവൻ, ആ ശിവനെ കാമദേവൻ എതിർക്കുന്നു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ഭഗവതി അമ്മയുടെ ആ കുണ്ഡലങ്ങൾ, ഇപ്പൊ സത്യത്തിൽ അവിടുത്തെ അമൃതമാധുര്യമുള്ള ആ വാക്കുകൾ എപ്പോഴും പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സരസ്വതി ദേവി. അപ്പോ ഇത് ചെയ്യുമ്പോ, അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോ അത് ശരിയാണ് എന്ന് ആരാ പറയണത്? ആ കുണ്ടലങ്ങൾ ഇങ്ങനെ തലയാട്ടി ചിരിക്കുമ്പോ അങ്ങനെ തോന്നും. സരസ്വത്യാ സൂക്തിരമൃതലഹരി കൗശലഹരി പിബന്ധ്യാ ശർവാണി ശ്രവണജുളുകാഭ്യാമവിരളം ചമത്കാര ശ്ലാഘാചലിത ശിരസ കുണ്ടലഗണോ ഝണൽക്കാരൈസ്താരൈ പ്രതിവചനമാചഷ്ട ഇവത്തെ എന്ന് പറയുന്നു. അപ്പോ ഭഗവതി ആ ഹിമഗിരി വംശത്തിന്, ഹിമവാന്റെ വംശത്തിന് പതാകയാണ് അവിടുന്ന്. ആ പതാക ചേർത്ത് കെട്ടിയിരിക്കുന്ന മുളങ്കമ്പ് പോലെയാണ് അത്രേ അവിടുത്തെ നാസിക, മൂക്ക്. ആ മുളങ്കമ്പിൽ മുത്തുപോലെ, നാസാഗ്രത്തിൽ കാണുന്ന മുത്ത് ചന്ദ്രന്റെ നിശ്വാസം കൊണ്ട് താഴെ വീണതുപോലെ തോന്നും എന്നൊക്കെയാണ് അവിടുത്തെ ദിവ്യമായ മൂക്കിനെ കുറിച്ച് പറയണത്. അത് കഴിഞ്ഞാൽ, മൂക്ക് കഴിഞ്ഞാലോ അതിന് താഴെ പവിഴാധരം അല്ലെ. ചുവന്ന പവിഴക്കൊടിയിൽ ഫലമുണ്ടായാൽ അതിന് നിന്റെ അധരത്തിന്റെ സാമ്യം വരും എന്നാണ്. കാരണം തൊണ്ടിപ്പഴ ശോഭ. സത്യത്തിൽ ആ അധരകാന്തി, അതിന് ഒരു ഉപമ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോ രാത്രികാലം ചന്ദ്രനെയും ആ ചന്ദ്രൻ കൊടുക്കുന്ന അമൃതത്തെ സത്യത്തിൽ അവിടുത്തെ അധരത്തെ പാനം ചെയ്യുന്ന ചകോരങ്ങൾ ചന്ദ്രൻ നൽകുന്ന അമൃതത്തെ വെറും കാടിവെള്ളം പോലെ തള്ളിക്കളയുന്നു. അവിടുത്തെ അധരത്തിന്റെ ആ അധരസുധ അത്രയും ശ്രേഷ്ഠമാണ് ഭഗവതി എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു, ശിവനാമം ജപിക്കുന്ന ആ അവിടുത്തെ നാവുണ്ടല്ലോ, തവ ജിഹ്വ, അത് ഏതുപോലെയാണ്? ചെമ്പരുത്തി പോലെ ചുവന്നു നിൽക്കുന്നു. അപ്പോ അങ്ങനെ ജിഹ്വാഗ്രത്തിൽ അമ്മയുടെ നാവിൽ നിറഞ്ഞു നിൽക്കുന്ന സരസ്വതി ദേവി, ആ ഭഗവതി മാണിക്യ ശരീരമുള്ളവളായി മാറി. കാരണം എന്താ? അവിടുത്തെ ആ ചുണ്ടിന്റെ ചുവപ്പും അതേപോലെ തന്നെ ആ നാവിന്റെ ചുവപ്പും കൊണ്ടാണ് എന്നാണ് അവിടെ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ പറയുന്നു, ദൈത്യന്മാരെ ജയിച്ച സുര സേനാനിയായിരിക്കുന്ന സ്കന്ദൻ. അപ്പോ ഇവരൊക്കെ അവിടുത്തെ വദനാംബുജത്തെ, ആ വദന താമ്പൂലത്തെ വായിൽ ചേർക്കുന്നവരാണ്. ദേവി പറയുകയാണ്, അവിടുന്ന് പരമേശ അപദാനം വീണയിൽ വായിച്ചിടുന്ന സരസ്വതിയോട് ദേവി സംസാരിച്ചപ്പോ വാക്കുകൾ തൻ മാധുര്യത്താൽ ലജ്ജിതയായി വാണി ദേവി വസ്ത്രം കൊണ്ട് മൂടി വീണ നിശബ്ദമാക്കി. വീണയുടെ സ്വരം എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ളതാണ്.
അത്രയും രസമുള്ളതാണ്, സൗന്ദര്യമുള്ളതാണ്. അപ്പൊ അത്രയും മധുരമുള്ള വീണാസ്വനത്തെ പോലും തോൽപ്പിക്കുന്നതാണ് ഭഗവതി അമ്മയുടെ വാക്കുകൾ, ആ വാക്കുകളുടെ മാധുര്യം. അങ്ങനെയുള്ള ആ വാക്കുകൾ കേട്ടപ്പോ സരസ്വതി എന്ത് ചെയ്തു? ഈ വീണ തുണിയിട്ട് മൂടി വെച്ചു എന്നാണ് മറ്റൊരു ഭാവന ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ആ ഹിമവാൻ വാത്സല്യത്തോടെ പിടിച്ചത്. മകളെ കാണുമ്പോ അച്ഛൻ എന്താ ചെയ്യുക? മകളുടെ താടിയിൽ ഇങ്ങനെ പിടിക്കും, ഇല്ലേ? അപ്പോ ആ വാത്സല്യത്തോടെ പിടിച്ച താടി, അധരത്തെ പാനം ചെയ്യാൻ മഹാദേവൻ ഉയർത്തിയ ആ താടി, ശംഭുവിന്റെ കൈകൾ കൊണ്ട് ഗ്രഹിക്കത്തക്കതായ അവിടുത്തെ താടി, അതിന്റെ ഭാഗ്യം വർണ്ണിക്കാൻ പറ്റൂ എന്നാണ് ചോദിക്കുന്നത്. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ ഗിരീശേനോദത്തം മുഹുരധരപാനാകുലതയാ എന്ന് മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നു. സത്യത്തിൽ ആ പുരാന്തകൻ സാക്ഷാൽ മഹാദേവൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ ആ രോമാഞ്ചമുണ്ടാകുന്ന മുഖപത്മത്തിന്റെ തണ്ടാണ്, താമരത്തണ്ടാണ് അവിടുത്തെ കഴുത്ത് എന്നാണ് അടുത്ത ഉപമ. അപ്പോ ആ കറുത്ത അകിലുകൊണ്ട് മലിനമായ മുത്തുമാല താമരവളയം പോലെ അവിടുത്തെ കഴുത്തിൽ കാണുന്നു. പിന്നെയോ വിവാഹത്തിന്റെ സമയത്ത് സാക്ഷാൽ മഹാദേവൻ അവിടുത്തെ കഴുത്തിൽ കെട്ടിയ ആ മൂന്നിഴ ചരട്, അത് സൗമംഗല്യത്തിന്റെ പ്രതീകമാണ്, അല്ലേ? ഗതി ഗമക ഗീതത്തിൻ അതിർത്തി എന്നതുപോലെ ആ കണ്ഠത്തിൽ ചേർന്ന് 3 രേഖകൾ ആ ഗൗരീകണ്ഠത്തിൽ കാണാൻ സാധിക്കും എന്ന് പറയുന്നു. ബ്രഹ്മദേവൻ ശിരസ് നുള്ളിയപ്പോ ശിവൻ മറ്റു 4 ശിരസുകൾ രക്ഷിക്കാനായി തന്റെ ചതുർഭുജ സൗന്ദര്യത്തെ 4 മുഖം കൊണ്ടും ഭംഗിയായിട്ട് സ്തുതിക്കണോ ഭഗവതി. പിന്നെ അവിടുത്തെ നഖങ്ങൾ, ആ നഖങ്ങളുടെ കാന്തി കൊണ്ട് ചെന്താമരപ്പൂവിനെയും കളിയാക്കുകയാണ് അവിടുത്തെ കൈകൾ. അപ്പോ ലക്ഷ്മി പാദം, ആ ഉള്ളിൽ കളിച്ചിടുന്നതാം ലക്ഷ്മീപാദ ചെമ്പഞ്ഞിച്ചാർ ചേർന്നതിനാൽ ആ ചെന്താമരയ്ക്കും സാമ്യമാണ് എന്നും പറയാൻ സാധിക്കും എന്ന് പറയുന്നു. പിന്നെ അവിടുത്തെ സ്തനയുഗങ്ങളെ പറഞ്ഞു. അത് ആ 2 സ്തനങ്ങൾ, ഒന്ന് സാക്ഷാൽ ഏകദന്തൻ സാക്ഷാൽ ഗണപതി കുടിക്കണു, മറ്റൊന്ന് സ്കന്ദൻ സാക്ഷാൽ സുബ്രഹ്മണ്യനും. അപ്പോ ഇത്തരത്തിൽ തന്റെ ആ ഹേരമ്പൻ സാക്ഷാൽ ഗണപതി തന്റെ മസ്തകത്തെ ആ ഭഗവതിയുടെ കുചയുഗ്മങ്ങളിൽ അങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നു. സത്യത്തിൽ അവിടുത്തെ സ്ഥലങ്ങൾ മാണിക്യ സഞ്ചികളാണ്. പാനം ചെയ്ത ഹേരമ്പനും അതേപോലെ തന്നെ സാക്ഷാൽ ആ സ്കന്ദനുമൊക്കെ തന്നെ അവര് ഈ വധൂരസ സംഘമില്ലാത്തവരായി തീർന്നു എന്നും പറയുന്നു. പിന്നെ അതിന്റെ ആ സ്ഥലങ്ങളുടെ മധ്യഭാഗം ഗജാസുര മസ്തകത്തിൽ നിന്നുണ്ടായ മുത്തുകളാൽ തീർത്ത മാലയാണോ എന്ന് തോന്നും. അപ്പോ ബിംബാധര ശോഭ കൊണ്ട് പുരാന്തക പ്രതാപത്തിൽ കീർത്തി പോലെ ഭംഗിയായി മിന്നിക്കൊണ്ടിരിക്കണു ആ മഹാദേവനെയും അവിടെ ഓർമ്മിക്കണു ശങ്കരാചാര്യ സ്വാമികൾ. പിന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ 75ാമത്തെ ശ്ലോകത്തിലേക്ക് എത്തണത്. അവിടെ പറഞ്ഞു, അവിടുത്തെ മുലപ്പാല് ഹൃദയത്തിൽ നിന്നുള്ള അമൃതം സാരസ്വതമയം, അത് കഴിച്ച് മഹാകവിയായി തീർന്ന ദ്രാവിഡ ശിശു. ആ കഥ വളരെ പ്രസിദ്ധമാണല്ലോ എന്ന് പറയുന്നു സജ്ജനങ്ങൾ. ഇതിനെയാണ് ആ ദ്രാവിഡ ശിശുവാണ് ആദ്യത്തെ അമൃതലഹരി എന്നുള്ള 41 ശ്ലോകങ്ങൾ എഴുതിയത് എന്നും പറയുന്നു. പിന്നെ അവിടുത്തെ നാഭിയെ കുറിച്ച് പറഞ്ഞു, ആ രോമാവലികളെ കുറിച്ച് പറയുന്നു. കാളിന്തി തരംഗം പോലെയുള്ള ആ സൂക്ഷ്മമായിരിക്കുന്ന അതിസൂക്ഷ്മമായ ആ നാഭിയെ കുറിച്ച് പറയുന്നു. ഇപ്പോ കാളിന്തി തരംഗം പോലെ എന്ന് പറയുമ്പോ അവിടുന്ന് ആ ഒഴുകി നാഭിയിലേക്ക് പ്രവേശിക്കുന്നു. നാഭിയോ ഗംഗയിലെ ചുഴി പോലെ ആണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികളെ വർണ്ണിക്കുന്നത്. ഇതൊക്കെ അമ്മയുടെ കഥയായതുകൊണ്ട് അതിൽ കാമലേശമില്ല. അവിടെ നിഷ്കാമമായ പ്രേമം
മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ അമ്മയുടെ ഓരോ അവയവങ്ങളെ കുറിച്ച് പറഞ്ഞു, നാഭീദേശത്തെ കുറിച്ച് പറഞ്ഞു, തുടകളെ കുറിച്ച് പറഞ്ഞു. അവിടുത്തെ തുടകൾ എന്ന് പറഞ്ഞാൽ ആ മദകരിയുടെ തുമ്പിക്കൈയും കദളിത്തണ്ടും ഒക്കെ തോൽക്കുന്നതാണ് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള അവിടുത്തെ ശിവനെ തോൽപ്പിക്കാൻ പഞ്ചബാണൻ തന്റെ ജംഘശരങ്ങളെ നിറച്ച ആവനാഴികളാണ് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. 10 ബാണങ്ങൾ അവിടെ ആ കാമദേവന്റെ 10 ബാണങ്ങൾ, ദേവകിരീടത്തിൽ മൂർച്ച കൂട്ടിയ 10 ബാണങ്ങൾ അവിടുത്തെ പാദത്തിന്റെ നഖങ്ങളായി. എത്ര മനോഹരമായ ഉപമയാ നോക്കൂ. കാരണം എന്താ, ആ പാദത്തിന്റെ നഖങ്ങളിൽ, ആ പാദത്തിൽ വന്ന് വീഴുന്ന ദേവന്മാരുടെ മനോഹരമായ ആ കിരീടത്തിൽ തട്ടുമ്പോ അതിന് മൂർച്ച കൂടുന്നു എന്നാണ്. ഭഗവതിയുടെ നഖങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ വേദശിരസ്സാകുന്ന ഉപനിഷത്തുക്കൾ കിരീടമാക്കി മാറ്റിയ പാദം. അപ്പൊ ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ ആ പാദത്തെ അവരുടെ കിരീടമാക്കി വെച്ചിരിക്കുന്നു. ഹരഗംഗ തവപാദം കഴുകാനുള്ളതാം ജലം ഹരിയുടെ ചൂടാമണി ചുവപ്പണിയും എന്നും അവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ ആ മനോഹരമായിട്ടുള്ള പാദം ഇപ്പോ പറയാണ്, പേര് തെറ്റായി വിളിച്ചപ്പോ തലകുനിച്ച രുദ്രൻ ആ അവിടുത്തെ പാദം ഭർത്താവിനെ താടിക്കുന്നു. ആ കാല് മഹാദേവന്റെ തലയിൽ തൊടുന്നു എന്നാണ്. അവിടുത്തെ ഈ പാദം ഉണ്ടല്ലോ, ഹിമഗിരി തന്നിൽ വാഴും അവിടുത്തെ തിരുപാദം രാത്രിയിലും രാത്രിയുടെ അന്ത്യത്തിങ്കലും ഭക്തന്മാർക്ക് ശ്രീയേകുന്നു. അവ രണ്ടും എല്ലായ്പ്പോഴും ശ്രീവാസ സ്ഥാനമാം കമലത്തെ ജയിപ്പൂ. അപ്പൊ പാദാരവിന്ദത്തെയും അവിടെ പറഞ്ഞു. അങ്ങനെ ആ ഭഗവതിയെ വേണ്ട പോലെ ആരാധിക്കണം. അവിടുത്തെ ചരണോപജീവിയായി എന്നെന്നും മാറാൻ എന്നെ അമ്മയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് ഈശ്വര ഭാവങ്ങളൊക്കെ തന്നെ അവര് 4 പേരും അവിടുത്തെ മഞ്ചമായി അവിടുത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. സദാശിവൻ ശരീരകാന്തി കൊണ്ട് തീർത്ത പുതപ്പ് പോലെ ആ കാന്തിയുടെ ചുവപ്പണിയണു. അങ്ങനെ കുന്തളത്തിൽ ചുരുണ്ടും പുഞ്ചിരിയിൽ സരളമായി മൃദുലമായി സ്തനങ്ങളിൽ അമ്മിക്കല്ലായും മധ്യേ കൃഷം സ്തനനിതംബത്തിൻ വിസ്തരിച്ചുള്ളതാം ശംഭുവിൻ കാരുണ്യമിത വിജയിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അവിടുത്തെ ആ ദിവ്യമായ പാദങ്ങളെ എല്ലാവരും മാറി മാറി നമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പതിവ്രതാരത്നമാണ് അല്ലേ. ബ്രഹ്മാവിന്റെ കളത്രത്തെ കവികൾ ഭജിക്കുന്നു. അപ്പോ ധനത്തിന് വേണ്ടി ശ്രീപതിയായി ആ മാറുന്നു ചിലര്. മഹാദേവന് മാത്രമാണ് അവിടുത്തെ ലഭിക്കുക. അപ്പോ ബ്രഹ്മപത്നി വാണിയായി വാഴ്ത്തിടുന്നു മറ്റു ചിലർ, വിഷ്ണുപത്നിയായി സാക്ഷാൽ ശ്രീദേവിയായി, ഹരപത്നി പാർവതിയായി പറയുന്നു. എന്നാൽ ദേവി മഹിമതൻ മഹാമായയായി പിന്നിടുന്നു എന്നാണ് അവസാന രംഗങ്ങളിൽ പറയണത്. അവിടുത്തെ പാദതീർത്ഥം അടിയനാകുന്ന വിദ്യാർത്ഥിക്ക് പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജന ജലം എന്നാണ്. അപ്പൊ മൂകനെ കവിയാക്കുന്ന, പ്രകൃത്യാ മൂകനാണെങ്കിൽ പോലും മുഖം കരോതി വാചാലം, ആ ജലത്തെ അവിടുത്തെ എനിക്ക് എന്നാണ് കിട്ടുക? ആ വാണീമുഖ താമ്പൂലത്തെ എനിക്ക് എന്നാണ് അനുഭവിക്കാൻ സാധിക്കുക? അവിടെ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. പ്രദീപജ്വാലാഭി ദിവസകര നീരാജന വിധി സുധാസൂതേശ്ചന്ദ്രോപ ജലലവൈരഖ്യരചന സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭിസ്തവ ജനനി വാചാം സ്തുതിരിയം. ഈ വാക്കുകൾ സമർപ്പിക്കുകയാണ് സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ. സൂര്യരശ്മിയാകുന്ന ദീപം സൂര്യനെ തന്നെ നിരാജനം ചന്ദ്രകാന്തക്കാലുരുക്കി ആ ചന്ദ്രതർപ്പണം നടത്തുന്ന പോലെ സമുദ്രത്തിൽ സമുദ്രതർപ്പണം എന്നതുപോലെ അവിടുന്നാകുന്ന വാക്കുകളെ കൊണ്ട്
അടിയൻ അവിടുത്തെ പാദത്തിൽ സമർപ്പണം ചെയ്യുന്നു. അല്ലേ? സൂര്യരശ്മിയാകുന്ന ദീപം കൊണ്ട് സൂര്യന് നീരാജനം ചെയ്യുന്നത് പോലെ, ചന്ദ്രകാന്ത കല്ലുരുക്കി ചന്ദ്രന് തർപ്പണം ചെയ്യുന്നത് പോലെ, സമുദ്രത്തിൽ ആ സമുദ്രം കൊണ്ട് തന്നെ തർപ്പണം ചെയ്യുന്നത് പോലെ അവിടുന്നാകുന്ന വാക്കുകളെ കൊണ്ട് ഭഗവതി അവിടുത്തെ പാദത്തിൽ ഞാൻ എൻ്റെ ഈ സമർപ്പണം നടത്തുന്നു എന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് നമ്മളിതാ ഈ അക്ഷരോപാസന അമ്മയ്ക്കുള്ള ഈ പൂജ സമർപ്പിക്കുന്നത്. യദക്ഷര പദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. അതേ പ്രാർത്ഥിക്കാനുള്ളൂ. എന്തൊക്കെയോ പറഞ്ഞു, അത്രയേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും അത് തൻ്റെ വാക്കായി ഒരമ്മയുടെ വാത്സല്യത്തോടെ സ്വീകരിക്കുന്ന ഭഗവതി. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് അല്ലേ? അമ്മയെ എന്ന് പൂർണ്ണമായിട്ട് വിളിക്കണ്ട, അമ്മ തീരുമാനിക്കുകയാണ് അത് എന്നെ വിളിച്ചതാണ് എന്ന അമ്മ മക്കളോട് കാണിക്കുന്ന കാരുണ്യം, അത് സാക്ഷാൽ ജഗജ്ജനനിയായ അമ്മയും ഈ ഉള്ളവരെ കാണിക്കും എന്ന വിശ്വാസത്തോടു കൂടി വിസർഗബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പരമേശ്വരി എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷരോപാസന, ഈ സപര്യ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ, ഭക്തജനങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ, മാതാപിതാക്കളുടെ ഗുരുപരമ്പരകളുടെ ജഗദ്ഗുരുവായ ശ്രീശങ്കരാചാര്യസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ, അഖില കലാദി ഗുരുർനർത്ത എന്ന് കാളിയമർദ്ദനത്തിൽ പറയുന്ന അഖില ഗുരുവായിരിക്കുന്ന പൊന്നു ഗുരുവായൂരപ്പന്റെ ആ ഭാഗവത സൂര്യന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കണു. അമ്മേ ശരണം. ഹരേ കൃഷ്ണ. സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി മുരളി മംഗലത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ ബാച്ച് 8-ലെ പഠിതാവാണ്. താന്ത്രിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈശാഖ മാസത്തിൽ നടന്നു വരുന്ന ശങ്കരദർശനം എന്ന വെബ് സീരീസിൽ ഇന്ന് സൗന്ദര്യലഹരി വിവരിച്ചു തന്ന ശ്രീ മൂർഖന്നൂർ ശ്രീഹരി നമ്പൂതിരിക്കും മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും ശ്രോതാക്കൾക്കും ബാച്ച് 8-ന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.